ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അനദർ ലോങ് വീഡിയോ ഫ്രം ദ നെറ്റേഴ്സ്. നമ്മൾ കഴിഞ്ഞ വീഡിയോ നിർത്തിയെടുത്തത് തന്നെ നമുക്ക് തുടങ്ങാം. ഞാൻ അങ്ങനെ കുറച്ച് ചോറും പോർക്ക് കറിയും ഇത്തിരി ബീഫും കറിനാരങ്ങ അച്ചാറും ഒക്കെ കൂട്ടി നല്ലപോലെ ചോറുണ്ടു. സ്റ്റെപ്പൊക്കെ കയറി ഇറങ്ങിയ ക്ഷീണം നല്ലപോലെ ഉണ്ടായിരുന്നേ. അത് കഴിഞ്ഞപ്പോഴേക്ക് ഞങ്ങൾ കൊണ്ടുവന്ന അലുവയിൽ കുറച്ച് പീസസ് ഇവിടെ എല്ലാവർക്കും വേണ്ടിയിട്ട് മുറിച്ച് വെച്ചിരുന്നു. അതിൽ ഞാൻ ഒരു അച്ചപ്പം എടുത്തിട്ട് അലുവയുടെ പീസസ് ഇങ്ങനെ ചെറുതായിട്ട് അതിൻ്റെ അകത്ത് ഇത് ഞങ്ങൾ പണ്ട് ചെയ്തുകൊണ്ടിരുന്നതാണ് കേട്ടോ. പണ്ടൊക്കെ, അതായത് ഞാനൊരു 10th ഒക്കെ പഠിക്കുന്ന വരെ ഇവിടങ്ങളുടെ കല്യാണമോ പാലുകാച്ചോ ഒക്കെ വന്നു കഴിഞ്ഞാൽ വൈകുന്നേരം അമ്മയും മിനിയാൻ്റെയും ലില്ലിയമ്മച്ചിയൊക്കെ കൂടെ ആ വീട്ടിൽ പോവും. നിങ്ങൾ പൊന്മാൻ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, പൊലിവ് കൊടുക്കുന്ന പരിപാടി. അപ്പോൾ ആ പിരിവെന്ന് പറയുന്ന ബേസിൽ പറയുന്ന സംഭവം തന്നെ. പിരിവ് കൊടുക്കുമ്പോൾ അന്നൊക്കെ ഒരു കവറിൽ ഒരു 2 അച്ചപ്പം, ഇത്തിരി അലുവ, മിക്സർ ഇതൊക്കെയാണ് തന്നു വിട്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ അതൊക്കെ മാറി ഇവിടെ ഇപ്പോൾ പൊറോട്ടയും കറിയും ഒക്കെയാണ്, അല്ലെങ്കിൽ ബിരിയാണിയൊക്കെയാണ് അങ്ങനെ പാഴ്സലായിട്ട് തന്നു വിടുന്നത് നമ്മൾ പിരിവ് കൊടുത്തു കഴിയുമ്പോൾ. അങ്ങനെ ഞാനും ഡോൾമാമയും കൂടെ അവിടെ ഇരുന്ന് അച്ചപ്പവും അലുവയൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് അവൻ്റെ പാട്ടിന് അതെല്ലാം കൂടി പൊടിച്ചു വാരി ഇട്ടിട്ട് പോയി. കുളിച്ച് ഇറങ്ങിയതേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അവൻ കണ്ടല്ലോ, ഞങ്ങൾ തിരിച്ചെത്തിയപ്പോഴേക്കാണ് അവൻ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. ആ ഒരു ടൈമേ ആയുള്ളൂ. ഇത് 10-11 മണി ആയിട്ടേ ഉള്ളൂ, ലഞ്ച് ടൈമൊന്നും ആയില്ല. ഞാൻ ഈ 5 മണിക്ക് ഈ പടികളൊക്കെ കയറി ഇറങ്ങാൻ പോയതുകൊണ്ട് എനിക്ക് വിശന്നുകൊണ്ടാണ് ഞാൻ ഭക്ഷണം കഴിച്ചത്. അതിനെ അങ്ങനെ ലഞ്ചെന്നൊന്നും പറയാൻ പറ്റത്തില്ല കേട്ടോ. ഞാൻ വന്നൊരു ഇടക്കാല ആശ്വാസം എന്നോണം ഒരു പിടി ചോറ്, അച്ചാറും പോർക്ക് കറിയും ഒക്കെ ആയിട്ട് കഴിച്ചതാണ്. ഇനി വിശാലമായ ലഞ്ച് പിന്നീട് കഴിക്കണം. മമ്മി കുറച്ച് കരുനാരങ്ങയൊക്കെ പിച്ചി കൊല്ലത്തേക്ക് കൊണ്ടുപോകാനായിട്ട് എടുത്തിട്ടുണ്ട്. ഇതിനിടയിൽ തന്നെ മമ്മി ഓരോന്നൊക്കെ പാക്ക് ചെയ്തൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് രാത്രി 10 o'clock പോകണ്ടേ. മമ്മി അങ്ങനെയാണ്, മമ്മി എല്ലാം നേരത്തെ തുടങ്ങും. മമ്മി അത് ചെയ്യുന്ന കാണുമ്പോൾ നമ്മളിങ്ങനെ മോട്ടിവേറ്റ് ആയിട്ട് നമ്മളും തുടങ്ങും. അങ്ങനെ കറക്റ്റ് ടൈമിൽ എന്തായാലും എല്ലാം തീരും. ഞാൻ അത് കഴിഞ്ഞ് കുറച്ച് നേരം അവിടെ കിടന്ന് ഉറങ്ങി. കുക്കു സാർ അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. അവൻ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ വന്ന വഴിക്ക് ഇത്തിരി ഛർദ്ദിച്ചായിരുന്നു. പുറത്തൊന്നും ഒന്നും വാങ്ങിച്ചിട്ടൊന്നുമില്ല. ആ ഇഡ്ഡലിയും സാമ്പാറും ഒക്കെ കഴിച്ചത് എനിക്ക് തോന്നുന്നു അവനങ്ങോട്ട് പിടിച്ചില്ല. ഗ്യാസ് കയറി വല്ലതും ഇരുന്നിട്ടുണ്ടാവണം. അങ്ങനെ അവൻ കിടക്കുമായിരുന്നു. ഞാൻ കട്ടിലിൽ അവൻ്റെ കൂടെ കിടന്നിട്ട് അങ്ങ് ഉറങ്ങിപ്പോയി. ഞാൻ എണീറ്റ് വന്നപ്പോൾ ഇവിടെ അലൻ ഐസ്ക്രീം തിന്നു. അങ്ങനെ ഞാൻ അത് മേടിച്ച് ബാക്കി ഞാൻ കഴിച്ചു. ഇവരൊക്കെ ചോറ് കഴിച്ചിട്ടാണ് ഐസ്ക്രീം എടുത്തത് കേട്ടോ. ഞാൻ വരുന്ന വഴിക്ക് മെർലിനിരുന്ന് ചോറ് കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, നീ കഴിച്ച് കഴിയുമ്പോൾ ആ പാത്രത്തിൽ എനിക്ക് കുറച്ച് ചോറിട്ടിട്ട് കഴുകണ്ട, അതിൽ തന്നെ കുറച്ച് ചോറിങ്ങിട്ടിട്ട് വരാനായിട്ട്. എൻ്റെ ക്ലോസ് സർക്കിളിലുള്ള ആൾക്കാരുടെ പാത്രത്തിൽ കഴിക്കുന്നതോ അല്ലെങ്കിൽ പാത്രത്തിൽ കൈയിട്ട് വാരി കഴിക്കുന്നതൊക്കെ എനിക്ക് കംഫർട്ടബിൾ ആണ് കേട്ടോ. ഐ ഡോണ്ട് മൈൻഡ് ഡൂയിങ് ദാറ്റ്. വീഡിയോയ്ക്ക് ഓടി ആഡ് ചെയ്യുമ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോഴും എനിക്ക് ഒച്ച കുറവാണെങ്കിൽ എൻ്റെ ചിരിക്ക് നല്ല ഒച്ചയാണ് കേട്ടോ. നിങ്ങൾ മുമ്പും പറഞ്ഞിട്ടുണ്ടല്ലോ, യക്ഷിയെ പോലെയാണ് ചിരിക്കുന്നത്. ഞങ്ങളെല്ലാവരും അങ്ങനെയാണ് ചിരിക്കുന്നത്. ചിരിക്ക് ഇച്ചിരി വോളിയം പണ്ടേ കൂടുതലാണ്. നമ്മുടെ ഈ സിയോ ബേബിയും ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്നതാണ്. അവന് പാലെടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവന് പാല് കൊടുത്തു. അപ്പോഴത്തേക്ക് ചോറൊക്കെ കഴിച്ച് ഓരോരുത്തർ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചരിഞ്ഞു. രാവിലെ 5 മണിക്ക് എണീറ്റ ഡാറിലിതേ ചെയറിൽ ഉറക്കമായി. കുക്കു സാറും ഏതാണ്ട് ഉറക്കമായി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനും നിലുവിൻ്റെ അപ്പുറത്ത് കിടന്ന് അങ്ങനെ അങ്ങ് ഉറങ്ങിപ്പോയി കേട്ടോ. ഉറക്കം റൗണ്ട് 2. ഞാൻ നോക്കിയപ്പോൾ ആലനും അവിടെ ഇവിടെ എല്ലാവരും ചിതറി കിടന്ന് തറയിലൊക്കെ കിടന്ന് ഉറങ്ങുന്നു. ഉറക്കമൊക്കെ കഴിഞ്ഞ് ഞാൻ എണീറ്റപ്പോഴേക്ക് ആൻറ്റി നിലുവിനുള്ള പാലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ തണുപ്പിച്ച് അവനെടുത്ത് കൊടുത്തു. കൊല്ലത്തുനിന്ന് ഇങ്ങോട്ട് വന്നെങ്കിലും ഉറക്കത്തു നിന്നൊക്കെ എണീക്കുമ്പോൾ വിളിക്കുന്ന വിളി നിമ്മലാന്ന് തന്നെയാണ് കേട്ടോ. പിന്നെ ഇത്തിരി ടൈം എടുക്കും. നിമ്മല അവിടെയാണ്, നമ്മൾ ചൂച്ചു വണ്ടിയിൽ ഇവിടെ വന്ന് എന്നൊക്കെ ഒന്ന് രജിസ്റ്ററായി വരാനായിട്ട്. പക്ഷേ തിരിച്ച് വീട്ടിലോട്ട് പോകാമെന്ന് പറഞ്ഞാൽ വേണ്ടാന്നാണ് കേട്ടോ പറയുന്നത്. ലിജോ ചേട്ടൻ്റെ വീട്ടിൽ നിന്നാൽ മതി. ഇത് ലിജോൻ്റെ വീടാണ്. അതായത് ഇപ്പോൾ ആലൻ്റെയും അളിയൻ്റെയും നടുക്കിരിക്കുന്ന ലിജോൻ്റെ വീടാണ് ഇത്. ലിജോയുടെ അമ്മ ഡാഡയുടെ ഇളയ പെങ്ങളാണ്. അവർ ഇവിടെയാണ് സെറ്റിൽഡ്. ലിജോ ഇപ്പം നാട്ടിലാണ്. ജോണങ്ങൾ അവിടെ നാട്ടിൽ വീട് വെച്ച് ആ വീടിൻ്റെ ഹൗസ് വാമിങ്ങും ഇസിയുടെ ബാപ്റ്റിസവും ഒക്കെയാണ് നമ്മൾ അന്ന് ഒരുമിച്ച് കണ്ടത്. ബൈ ദ വേ, ഞാൻ ഡാഡാന്നും മമ്മിന്നും വിളിക്കുന്നത് ആലൻ്റെ പേരൻസിനെയാണ്. നല്ല ചൂടായതുകൊണ്ട് തന്നെ അവിടെ 2 ഫാൻ കിടന്ന് കറങ്ങുന്നതാണ് ആ ഇങ്ങനെ ഹെലികോപ്റ്റർ പോലത്തെ സൗണ്ട് നിങ്ങൾ കേൾക്കുന്നത്. ഇസിയോ പാല് കുടിച്ചതേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ അതുകൊണ്ട് ബേപ്പ് ചെയ്യാനാണ് തോളിലിട്ട് തട്ടിക്കൊണ്ടിരുന്നത്. ഇതെല്ലാം കൊണ്ട് കാണിച്ചത് ഡാറിലിപ്പോൾ കസരയിൽ ഉറങ്ങിക്കൊണ്ടിരുന്ന പൊസിഷനൊക്കെ മാറി ഇങ്ങനെ വായൊക്കെ തുറന്ന് പാവം ക്ഷീണം കൊണ്ട് തലയ്ക്ക് കൈയൊക്കെ കൊടുത്ത് കിടന്നുറങ്ങുക. ആ ഫോട്ടോ ആണ് എടുത്തുകൊണ്ടിരുന്നത് കേട്ടോ. വ്ളോഗിൻ്റെ ഉള്ളിലൊരു വ്ളോഗ്. അവൾ നിലുവിൻ്റെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമായിരുന്നു. ഞങ്ങൾ വൈകിട്ട് അടുത്തുള്ള ചിൽഡ്രൻസ് പാർക്കിലേക്ക് പോവുകയാണ്. അവിടുന്ന് നേരെ ഗ്രൗണ്ടിലേക്കും പോകും. ഫുട്ബോൾ കളിക്കാഞ്ഞിട്ട് കുക്കു സാറിന് വിഷമം കൊണ്ട് സഹിക്കാൻ വയ്യ. അതിനേക്കാളും വലിയ വിഷമമാണ് അവന് ഫുട്ബോൾ എത്തിച്ച് കൊടുക്കാൻ പറ്റാത്തതിൽ അവൻ്റെ അപ്പന്. വീട്ടിൽ നിന്ന് ഞാൻ അവൻ്റെ ഫോൺ എടുത്തു. അതായത്, നിനക്ക് ഫോൺ എടുക്കാൻ ഓർമ്മയുണ്ടായിരുന്നു, കൊച്ചിൻ്റെ ഫുട്ബോളും കൂടെ എടുത്തുകൂടായിരുന്നോ എന്നാണ് എൻ്റെ അടുത്ത് ചോദിച്ചത്. ഈ ലഗേജിൻ്റെ ഇടയിൽ ഒരു ഫുട്ബോളും കൂടെ കൊണ്ട് ട്രെയിനിൽ കയറിയാൽ അവൻ വേണമെങ്കിൽ അത് പിന്നെ താഴത്ത് വെക്കാണ്ട് ട്രെയിനിൻ്റെ അകത്ത് അത് തട്ടിക്കളിക്കാൻ നോക്കും.
നമ്മുടെ ഡെല്ലൂസ് ഫോൺ എടുക്കാൻ വരുന്ന വരവാണ്. അപ്പോൾ ഈ ഒരു ചിരി ഞാൻ കളയണ്ട, ഇതിൻ്റെ അകത്ത് കിടക്കട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ തിരിച്ച് വണ്ടിയിൽ കയറി, അങ്ങനെ വണ്ടിയിൽ കയറി നമ്മളിതേ ഗ്രൗണ്ടിലേക്ക് പോവുകയാണ്. ഗ്രൗണ്ട് ഇവിടുന്ന് കുറച്ച് അടുത്താട്ടോ. ഡാഡയും ജോണങ്കിളും വരുന്നുണ്ട്. അവർ 2 വീലറിൽ വന്നോളാം, നമ്മളെ അങ്ങ് പൊക്കോളാൻ പറഞ്ഞു. കുക്കു സാറ ഛർദ്ദിച്ചതിൻ്റെ ഒരു ഇതിൽ AC ഇടണ്ട, എനിക്ക് വിൻഡോയുടെ അടുത്തിരുന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് കാറിൽ AC ഇല്ലാണ്ട് ഞങ്ങൾ വിൻഡോ ഒക്കെ ഓപ്പൺ ചെയ്തിട്ടാണ് പോയത്. ആദ്യം നമ്മൾ ആ പ്ലേ ഗ്രൗണ്ടിലോട്ടാണ് പോയത്. ഇവിടെ കുറച്ച് നേരം നിന്ന് കളിക്കുമ്പോഴേക്ക് ജോണങ്കിൾ ഒരു ബാത്തൊക്കെ കഴിഞ്ഞിട്ട് വരാം, അപ്പോഴത്തേക്ക് പോയി ഫുട്ബോൾ അറേഞ്ച് ചെയ്യാം. ഏതോ ഫ്രണ്ടിൻ്റെ കുഞ്ഞിൻ്റെ അടുത്ത് നിന്ന് മേടിക്കാനാണെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോയിട്ട് ഫുട്ബോളൊക്കെ കളിക്കാമെന്ന് പറഞ്ഞു. നിലുവിനാണെങ്കിൽ ഇവിടുന്ന് പോരണ്ട, അതിനുള്ള നിലവിളി ഒരു ലോഡായിരുന്നു. ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് നിർത്താതെ കരച്ചിലായിരുന്നു അടുത്ത ഗ്രൗണ്ടിൽ എത്തുന്നത് വരെ. പക്ഷെ അവിടെ സ്ലൈഡും സ്വിങ്ങും ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവിടെ എത്തിയപ്പോൾ വീണ്ടും കരച്ചിൽ തുടങ്ങി. ഈ ഒരു സ്പേസ് പക്ഷേ അവൻ നല്ലപോലെ യൂട്ടിലൈസ് ചെയ്തു കേട്ടോ. ആളുടെ പേടിയൊക്കെ പോയി. ഈ ട്രെയിനിൽ താഴത്തെ ബർത്തിൽ നിന്ന് മേളത്തെ ബർത്തിലോട്ട് കയറി ഇറങ്ങുകയൊക്കെ ചെയ്ത് അവൻ്റെ പേടി കംപ്ലീറ്റ്ലി പോയി. ഇപ്പം എങ്ങോട്ട് വേണേലും വലിഞ്ഞു കയറാൻ റെഡി ആയിട്ട് നിൽക്കുവാണ്. നമ്മുടെ ഫാമിലിയിലെ ചെറുമക്കൾ സെറ്റ് 4 എണ്ണമാണ് ഈ ഫ്രെയിമിലുള്ളത്. 6 പേര് വേണമെന്നായിരുന്നു. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം 4-ൽ ഒതുക്കി നിർത്തേണ്ടി വന്നു. ഈ നഞ്ചെന്തിനാണ് അഞ്ഞാഴി എന്നൊക്കെ പറയുന്ന കണക്ക് എന്തിനാണ് അധികം, 4 പേര് തന്നെ മതി, ധാരാളമാണ്. ഡാരൽ ചേട്ടയ്ക്ക് ഇച്ചിരി അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വേണം. അവന് പറ്റിയ ഒരു സംഭവം ഇവിടെ ഇല്ല. അവൻ പിന്നെ ഇവരെയും കളിപ്പിച്ച് അങ്ങനെ അങ്ങ് നിന്നു കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾ തനിയെ ഓടി പോകാൻ തുടങ്ങി ഇഷ്ടമുള്ള സ്ഥലത്തോട്ടൊക്കെ, അതായത് ഓരോ സ്ലൈഡിലൊക്കെ. നമ്മുടെ അവിടെ ആ ബീച്ചിൻ്റെ അടുത്തുള്ള ജലകേളി കേന്ദ്രമാണ് അവൻ്റെ മെയിൻ കേന്ദ്രം. ഇവിടെ വന്ന് ഇതൊക്കെ കണ്ടപ്പോഴത്തേക്ക് ഒരു എക്സൈറ്റ്മെൻറ്റ്. പിന്നെ ഈ കുട്ടികൾ, അടുത്തുള്ള പിള്ളേർ ഈ തമിഴിലൊക്കെ സംസാരിക്കുമ്പോൾ അവനത് ചിരിയാണ് കേട്ടോ വരുന്നത്. അവർ സംസാരിക്കുമ്പോൾ എന്നിട്ട് എന്നോട് വന്നിട്ട് അമ്മ മണമള മളമള എന്ന് പറയുന്നു എന്നും പറഞ്ഞിട്ടാണ് നിലു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങളിതേ ഇവിടുത്തെ പരിപാടികളൊക്കെ മതിയാക്കി അടുത്ത ഗ്രൗണ്ടിലേക്ക് പോവുകയാണ്. അവൻ കരഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് കേട്ടോ. പിന്നെ ഇങ്ങനെയൊക്കെയോ വണ്ടിയിലാക്കി അടുത്ത ഗ്രൗണ്ടിൽ ഇതിനേക്കാളും വലിയ സ്ലൈഡ് ഉണ്ട്, റൗണ്ട് അബൌട്ട് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് കാറിലേക്ക് കയറ്റിയിട്ട് നമ്മൾ നെക്സ്റ്റ് ഗ്രൗണ്ടിലേക്ക് പോയി. അതൊരു നമ്മുടെ ഇവിടെ എന്ന് പറഞ്ഞാൽ ആശ്രാമ മൈതാനമൊക്കെ പോലെ എനിക്ക് തോന്നി, നേരത്തെ അഡ്വഞ്ചർ പാർക്ക് പറഞ്ഞ പോലെ. പക്ഷേ ഈ ഫുട്ബോൾ കോർട്ട്, മറ്റേ വോളിബോളിൻ്റെത്, ടെന്നീസ് കളിക്കുന്ന ആൾക്കാർ, പിന്നെ കുറേ പ്രാക്ടീസൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഈ വടി വെച്ചിട്ടൊരു ഐറ്റം ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് ഇതിൻ്റെ വീഡിയോയുടെ ഇടയിൽ ഞാൻ കാണിച്ചു തരാം, എനിക്ക് എൻ്റെ പേര് വിട്ടുപോയി. അതൊക്കെ പഠിപ്പിക്കുന്ന സ്ഥലങ്ങൾ അങ്ങനെയൊക്കെ. അപ്പുറത്ത് മറ്റേ റണ്ണിങ് ട്രാക്ക്, അവിടെയെല്ലാം പ്രാക്ടീസൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ബോളിന് വേണ്ടി ഒരാൾ ഇപ്പം നിലവിളി തുടങ്ങും കേട്ടോ. ഇവിടെ അവന് കളിക്കാനൊന്നും ഇല്ലല്ലോ. ബോൾ അവർ തട്ടിക്കൊടുത്താൽ എന്നാൽ തിരിച്ചു തട്ടുമോ അതുമില്ല. ബോൾ കയ്യിലെടുത്തിട്ട് അവനെ ബോളിൻ്റെ മുകളിൽ കയറി ഇരിക്കണം, അതിനാണ് നിലവിളി. പിന്നെ ഞങ്ങൾ അവനെ അവിടെ നിന്ന് മാറ്റി. കുറച്ച് നേരം ഇനി ആകെ ഉള്ളൂ. ഇരുട്ട് വീഴുമ്പോഴത്തേക്ക് ഇവിടെ ലൈറ്റൊക്കെ ഉണ്ട്, പക്ഷേ അതിൽ മിക്കതും വർക്ക് ചെയ്യുന്നില്ലെന്നാണ് അങ്കിള് പറഞ്ഞത്. ഒരെണ്ണം മറ്റേ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് അന്നേരത്തേക്ക് പോവുകയും വേണമല്ലോ. 10 o'clock ട്രെയിൻ ആണെങ്കിൽ നമുക്കൊരു 9 o'clock ഇല്ല 8:45 വീട്ടിൽ നിന്ന് ഇറങ്ങണം. അപ്പോൾ അതിന് മുന്നേ പോയി ഡിന്നറൊക്കെ കഴിക്കണം. പിന്നെ ഇതുങ്ങളെല്ലാം കുളിപ്പിക്കണം. കൂട്ടത്തിലെ വലിയ കുട്ടിയും നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് ഫുട്ബോൾ കളിക്കുന്നുണ്ടായിരുന്നു. ആക്ച്വലി അതിനെ ഫുട്ബോൾ എന്ന് പറയരുത്, അവർ ബോൾ തട്ടി കളിക്കുന്നുണ്ടായിരുന്നു. കുക്കു സാറിനാണെങ്കിൽ ഒരു ഗോൾ പോസ്റ്റൊക്കെ കണ്ടതിൻ്റെ സന്തോഷം കേട്ടോ. ആദ്യമായിട്ടല്ലേ ഇങ്ങനെയൊക്കെ. അങ്ങനെ അവൻ മാക്സിമം ടൈം എൻജോയ് ചെയ്ത് തന്നെ കളിച്ചുകൊണ്ടിരുന്നു. ഇടയ്ക്ക് ഒരുത്തൻ ഓടിച്ചെന്ന് വീണ്ടും ബോൾ വേണം എന്നൊക്കെ പറഞ്ഞുള്ള കരച്ചിലുമൊക്കെ ഉണ്ടായിരുന്നു. എങ്ങനെയൊക്കെയോ അവനെയും പിടിച്ചിരുത്തി മാനേജ് ചെയ്തു. കുറച്ച് നേരം കാർട്ടുമൊക്കെ ഇട്ട് കൊടുത്തു. ഡെല്ലയ്ക്കും നമ്മൾ നേരത്തെ കണ്ട പ്ലേ ഗ്രൗണ്ടിൽ കുറച്ച് നേരം കൂടെ നിൽക്കണം എന്നുണ്ടായിരുന്നു. ഡെല്ലിയും ഡാനി പപ്പയും കൂടെ അളിയനും കൂടെ നേരത്തെ പോയി, ഞങ്ങൾ ഉച്ചയ്ക്ക് ഉറങ്ങിക്കിടക്കുന്ന ടൈമിൽ പോയി സ്പോട്ട് ചെയ്തിട്ടൊക്കെ വന്നതായിരുന്നു ആ പ്ലേ ഗ്രൗണ്ട്. ഒരു 3/4 മണിക്കൂർ അവിടെ നിന്നു. അങ്ങനെ അവളും ഏകദേശം ഒരു ബോറടിച്ച പരുവത്തിലാണ് അവിടെ ഇരിക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞു നമുക്ക് നടക്കാം, കുറച്ചെല്ലാം നടന്നിട്ടൊക്കെ വരാം. ഇത് ഒത്തിരി ഉണ്ട് കേട്ടോ ഈ ഗ്രൗണ്ട്. ഇങ്ങോട്ട് വന്നപ്പോഴൊക്കെ ഡെല്ലിയും കുക്കും പറയുന്നുണ്ടായിരുന്നു നമ്മുടെ അവിടെ ഡോഗ്സിനെ പോലെയാണ് ഇവിടെ ആട്ടിൻകുട്ടികളെന്ന്. ഈ ഒരു ഗ്രൗണ്ടിലാണ് ഞങ്ങൾ ആകെ 2-3 ഡോഗ്സിനെ കണ്ടത് കേട്ടോ. അല്ലെങ്കിൽ അവർ പറഞ്ഞത് ശരിയാണ്, എവിടെ നോക്കിയാലും കിടാങ്ങളും ആട്ടുകുട്ടിയും പശുവും ഒക്കെ തന്നെ. ഒരു കള്ളക്കരച്ചിൽ കേൾപ്പിച്ചു തരാം. ഇത് ഓഡിയോ മാത്രമേ ഉള്ളൂ, കണ്ണീന്ന് ഒരിറ്റ് കണ്ണുനീര് പോലും വരത്തില്ല. ഡാറിൽ ബോൾ കൊണ്ട് കൊടുത്തപ്പോഴത്തേക്ക് അവന് ബോൾ വേണ്ട, ബോളിന് വേണ്ടിയിട്ടാണ് കരയുന്നത്. ഇതാ ഞാൻ പറഞ്ഞത്, അപ്പുറത്ത് ആ കുട്ടികൾ പ്രാക്ടീസ് ചെയ്യുന്ന സംഭവമില്ലേ, അതവിടെ ഒത്തിരി പേര് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ പിന്നെ ക്യാമറ അങ്ങോട്ട് തിരിക്കാറുന്നതാണ്, എന്താണ് സംഭവം എന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഒരു കോർണറിൽ അത് ഒതുക്കി. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് എത്തി. 7 മണിക്ക് എത്തണം എന്ന് ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡെല്ലിനോട്. ഞങ്ങളൊരു 7:10 ആയപ്പോഴത്തേക്ക് തിരിച്ചെത്തി. ഇവിടെ ഡിന്നറിനായിട്ടുള്ള പരിപാടികളൊക്കെ നടക്കുകയായിരുന്നു. ഇഡ്ഡലി ചെയ്യുന്നുണ്ടായിരുന്നു, റൈസ് ഉണ്ടായിരുന്നു, ചപ്പാത്തി ഉണ്ടായിരുന്നു, പൊറോട്ടയും ഒക്കെ ഉണ്ടായിരുന്നു.
അപ്പോൾ ഞാൻ അമൃതം നമ്മുടെ പരിപാടി തുടങ്ങണമല്ലോ, അമൃതം കാച്ചി തണുപ്പിച്ച് കുപ്പിയിലാക്കി കൊണ്ടുപോകണം. രാത്രി ട്രെയിനിൽ ഇവൻ ഉണർന്ന് കരഞ്ഞാൽ അമൃതം കൊടുക്കണമല്ലോ. കുപ്പി ബോട്ടിലൊന്ന് സ്റ്റെറിലൈസ് ചെയ്യുകയും വേണം. അപ്പോൾ അതെല്ലാം ഇതിൻ്റെ ഇടയിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പാല് ഞങ്ങൾ കൊണ്ടുപോയിരുന്നു വൈകിട്ട്. അത് ഞങ്ങൾ തമ്മിലുള്ള ചെറിയൊരു ക്ലാഷ് ഓഫ് ക്ലാൻസ്. ഇടയ്ക്കിടയ്ക്ക് അങ്ങനെയാണ്, ഉന്തും തള്ളും കഴുത്തിപ്പിടിയൊക്കെ ഉണ്ടാവും. നത്തിങ് സീരിയസ്, നത്തിങ് ഒഫീഷ്യൽ അബൌട്ട് ഇറ്റ്. അങ്ങനെ അമൃതമൊക്കെ കലക്കി അത് ഗ്യാസിലേക്ക് വെച്ചു. ഒരു ഫ്ലാസ്കിൽ ചൂടുവെള്ളമൊക്കെ എടുത്ത് വെച്ചു. അപ്പോഴേക്ക് ഇപ്പുറത്ത് ആണുങ്ങളൊക്കെ കഴിക്കാനിരുന്നു. ഒരു വലിയ ആൺകുട്ടി ഇരുന്ന് കഴിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അതിൻ്റെ നടുക്ക്. കഴിക്കുന്നത് അവിടെ ഇരുന്ന് കഴിച്ചോട്ടെ, പിന്നെ എനിക്ക് അത്രയും കുറവ് പണി ചെയ്താൽ മതിയല്ലോ. എന്തായാലും അമൃതം കയ്യിലുണ്ടല്ലോ. ഞാൻ ഇന്നലത്തെ വീഡിയോ പറഞ്ഞ പോലെ ഞാൻ സൂക്ഷിച്ച് സേവ് ചെയ്ത് കുറച്ച് എന്തായാലും ഇന്ന് രാത്രിയും കൂടെ ഒപ്പിക്കാനുള്ളതുണ്ട്. കഴിഞ്ഞു, ഇന്ന് പൊടി തട്ടിയിട്ട് കുറുക്കിയപ്പോഴത്തേക്ക് അമൃതം തീർന്നു കൊണ്ടുവന്നത്. ഞാൻ 2 ഇഡലി ഇത്തിരി ബീഫ് കറിയും പോർക്കുമായിട്ട് എടുത്ത് കഴിച്ചു കേട്ടോ. കുക്കുവിനും അപ്പോൾ ഇഡലി മതി, ചോറ് വേണ്ടെന്ന് പറഞ്ഞു. മമ്മി ഡാർലിനും എല്ലേക്കും അപ്പുറത്തെ ചോറ് കൊടുക്കുന്നുണ്ട്. ഞാൻ കുക്കു സാറിനത് ഇഡ്ഡലി കൊടുത്തു. അപ്പോൾ അലൻ ഇങ്ങനെ പറയുമായിരുന്നു, കഴിക്കുന്ന അത്രയും കഴിക്കട്ടെ, ഛർദ്ദിച്ച് പോയാലും കുഴപ്പമില്ല. ഉച്ചയ്ക്ക് ചോറൊന്നും നല്ലപോലെ കഴിച്ചില്ല. ഇപ്പോൾ ഈ ഫുട്ബോളൊക്കെ കളിച്ച് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് അതാണല്ലോ അവൻ്റെ മരുന്ന്. അവൻ ഓക്കെ ആയി. ഫുട്ബോൾ കണ്ടപാടെ പകുതി അസുഖം തീർന്നു. അങ്ങനെ ഫുഡ് 2 ഇഡലി കൊടുത്തു കഴിഞ്ഞപ്പോൾ വീണ്ടും കഴിക്കാൻ വേണമെന്ന് പറഞ്ഞു. ഇന്ന് മൊത്തം കഴിക്കാണ്ടൊക്കെ ഇരുന്നേല്ലേ, ഛർദ്ദിച്ച്. ഇപ്പോൾ അത്യാവശ്യം നല്ലപോലെ കഴിച്ചു. ഇവിടുത്തെ എഗ്ഗിൻ്റെ ട്രേ വീട്ടിൽ കൊണ്ടുപോകണമെന്നും പറഞ്ഞിട്ടാണ് കേട്ടോ നിലു നിൽക്കുന്നത്. ഞാനത് എടുത്തിട്ടുണ്ട്, കൊണ്ടുപോകാൻ പോകുമെന്നും പറഞ്ഞു. അല്ല പപ്പ, ഇത് മുട്ടയിട്ട് വെക്കാനുള്ളതാണ്, നമുക്ക് വീട്ടിൽ കൊണ്ടുപോയി മുട്ടയിട്ട് വെക്കാമെന്നൊക്കെ പറഞ്ഞിട്ട്. ഇവിടുത്തെ ആ തൊട്ടടുത്ത ചേർച്ചിലൊരു വളരെ രസകരമായൊരു ആചാരം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ, നമുക്കതൊന്ന് കേട്ടിട്ട് വരാം. ഇനിയിപ്പോൾ കേൾക്കാൻ പറ്റില്ലല്ലോ പോയാൽ. அவர்களுடைய கண்ணீர் யாவையும் தேவன் துடைப்பார். வெளிப்படுத்தின விசேஷம் 21:4. Jesus Christ will wipe every tear from their eyes. Revelation 21:4. രാത്രി 10 മണി വരെ ഈ പരിപാടി ഉണ്ടാവും. രാവിലെ 5 മണിയാകുമ്പോൾ ഇത് തുടങ്ങുകയും ചെയ്യും. അപ്പോൾ ഞാൻ ആലോചിക്കുകയായിരുന്നു, ഇസിയൊക്കെ ഉറക്കി കിടത്തുമ്പോൾ എന്ത് ബുദ്ധിമുട്ടായിരിക്കുമെന്ന്. അവർ കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ നിൽക്കത്തില്ല, കൊല്ലത്തെ വീട്ടിലാണെങ്കിലും അവൻ നല്ലപോലെ ഉറങ്ങും. കാരണം നമ്മളില്ല ഡയലോഗ് പറയുമല്ലോ, അവൻ അതുമായിട്ട് പൊരുത്തപ്പെട്ട് കഴിഞ്ഞു. അവൻ ഏതാണ്ട് അതുമായിട്ട് പൊരുത്തപ്പെട്ട് കഴിഞ്ഞു. ഞങ്ങൾ അങ്ങനെ ഒരു 8:45 ആയപ്പോഴത്തേക്ക് പെട്ടിയും കിടക്കുകയും കൂടും കുടുക്കുകയൊക്കെ എടുത്ത് നമ്മൾ തിരിച്ചു പോവുകയാണ്. 10 മണിക്കത്തെ ട്രെയിനിൽ നമുക്ക് ബോർഡ് ചെയ്യണം. അപ്പോൾ ഞങ്ങൾ ഇറങ്ങി വെളിയിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളൊരു ലിപ്സ്റ്റിക്ക് കാണുന്നില്ല. ലാസ്റ്റായിട്ട് ഞാനുണ്ടല്ലോ യൂസ് ചെയ്ത ലിപ്സ്റ്റിക്ക് കാണുന്നില്ല. ഇങ്ങനെ ഞങ്ങൾ അത് 2-3 ബാഗിലൊക്കെ തപ്പി ഒന്നുകൂടെ അകത്തുമൊക്കെ തപ്പുവാണ് കേട്ടോ. ഇവിടെ പുറത്ത് നിൽക്കുന്നവരിന്ന് കളിയാക്കുന്നുണ്ട്, ഒരു ലിപ്സ്റ്റിക്കല്ലേ പോട്ടെ, ഇനി ജോണങ്ങൾ വരുമ്പോൾ കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞിട്ട്. ഞങ്ങൾക്കല്ലേ അറിയോ അതിൻ്റെ വാല്യൂ. ഇങ്ങനെ ഞങ്ങൾ തപ്പി. അപ്പോൾ എല്ലാം അവസാനം പറഞ്ഞു, പോട്ടെ മാമി, എൻ്റെ ഒരു ലിപ്സ്റ്റിക്ക് റീസെൻ്റായിട്ട് പോയി, പതുക്കെ ആ വിഷമം അങ്ങ് മാറിക്കോളൂന്ന്. പക്ഷേ അത് വേറൊരു ബാഗിലുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളിത് ഇറങ്ങി. അങ്കിളിൻ്റെ ഫ്രണ്ടാണ് ഈ പുള്ളി, ആ സ്പെക്സ് വെച്ച പുള്ളി, എനിക്ക് പേരറിയത്തില്ല കേട്ടോ. ഇങ്ങോട്ട് വന്നപ്പോഴും പുള്ളിയുടെ കാറ് കൊണ്ടുവന്നിരുന്നു ഞങ്ങളെ കൊണ്ടുവരാനായിട്ട്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. തിരിച്ചും നമ്മൾ ഈ 2 കാറിലായിട്ട്, അങ്കിളിൻ്റെ കാറും അങ്കിളിൻ്റെ ഫ്രണ്ടിൻ്റെ കാറും കൂടെ ആയിട്ടാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. ലഗേജ് അത്രത്തോളം ഉണ്ടല്ലോ. ഞാൻ ആദ്യമായിട്ടാണ് തൃച്ചിയിൽ വരുന്നത്. ഇറ്റ് വാസ് എ വെരി വണ്ടർഫുൾ എക്സ്പീരിയൻസ്. ഞാൻ ചെന്നൈയിൽ പോയിട്ടുണ്ട് ഡാഡയുടെ ഒരു മൂത്ത പെങ്ങളുടെ വീട്ടിൽ. അവിടെ നമ്മളൊരു ആദ്യ കുർബാനയ്ക്കാണ് പോയത്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും പുറത്തോട്ട് അങ്ങനെ പോയില്ല. ഒരു പാർക്കിലോ മറ്റോ അങ്ങോട്ട് പോകാനുള്ള ടൈമേ അന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ എനിക്ക് അതിനേക്കാളും തൃച്ചി ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടൊക്കെ തന്നെ ദിസ് താങ്ക് യു ആർച്ച് വാസ് വെരി പേഴ്സണൽ. അതെനിക്ക് മനസ്സറിഞ്ഞ് തൃച്ചി എന്നോട് പറയുന്നതായിട്ട് തോന്നി. അങ്ങനെ നമ്മളിത് സ്റ്റേഷനിലേക്ക് എത്തി. ഈ ഒരു സ്റ്റേഷൻ്റെ ഫ്രണ്ട് പോർഷൻ നമ്മൾ ഇപ്പോഴും കണ്ടിട്ടില്ല. ഞാനിത് കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. ഇവിടെ നിന്നാണ് നമുക്ക് ട്രെയിനിൽ കയറാനായിട്ട് കംഫർട്ടബിൾ, പെട്ടെന്ന് എത്തും, നമ്മൾ അത്രയും നടക്കണ്ട. അപ്പോൾ ഇനി അടുത്ത വരവ് വരാൻ ഇടയാവട്ടെ, അപ്പോൾ ഞാൻ അതിൻ്റെ ഫ്രണ്ട് പോർഷനൊക്കെ കാണിക്കാം. ലിഡിയയുടെ കല്യാണം വരും, അപ്പോൾ നമുക്ക് പോവാം. അങ്ങനെ ഞങ്ങളിത് ഉള്ള ബാഗൊക്കെ ചെക്ക് ചെയ്തൊക്കെ ഇറക്കി. ടെൻഷനില്ലാത്ത 3 പേരെ ഇതിൻ്റെ അകത്തുള്ളൂ. 2 എണ്ണം ഓടിപ്പോയി, 1 എണ്ണം പുറകേന്ന് ഓടി വരുന്നുണ്ട്. സ്വന്തമായിട്ട് ഒരു ബാഗ് പോയിട്ട് ഒരു പേഴ്സ് പോലും എടുക്കണ്ടല്ലോ. വെറി ലെസ് ആണല്ലോ അവർ.
ട്രെയിൻ വരാനായിട്ട് ഇനിയും സമയമുണ്ട്. നമുക്ക് പതുക്കെ അവിടെ പോയി ഇതെല്ലാം വെച്ച് ഒതുക്കിയൊക്കെ നിൽക്കാം. പക്ഷേ അങ്ങോട്ട് പോകുമ്പോൾ ഒരു ചെറിയ ട്വിസ്റ്റ് ഉണ്ട്. ടിക്കറ്റ് ബുക്ക് ചെയ്തപ്പോഴത്തേക്ക് എനിക്കും ലിജോയ്ക്കും ആലനും ഒന്നും AC കമ്പാർട്ട്മെൻറ്റ് കിട്ടിയില്ല. ഒരു സ്റ്റേഷൻ വരെ. ഇവിടുന്ന് ദിണ്ടിക്കൽ വരെ നമ്മൾക്ക് ജനറലാണ്. അവിടുന്ന് ഇറങ്ങി AC-യിലേക്ക് കയറാം. ലഗേജൊക്കെ അവർ കയറുമ്പോൾ അവിടെ സേഫ് ആക്കിയിട്ട് ഞങ്ങൾ അപ്പുറത്തെ ജനറലിൽ നിന്നിട്ട് ഇപ്പുറത്തേക്ക് വരാമെന്ന്. ഇവിടെ ജനറലിൽ സീറ്റ് കിട്ടാൻ പാടാന്ന് അങ്കിൾ പറയുന്നത് കേട്ടോ. അത് ഞങ്ങൾക്ക് പിന്നീട് മനസ്സിലായി. ഇതിവിടെ പോകുന്നതിന് മുമ്പുള്ള കലാശക്കൊട്ടാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പിള്ളേർ സെറ്റിൻ്റെ ഇടയിൽ. ഇത് ഒരു എൻജിനാണ് കേട്ടോ ഈ വരുന്നത്. ഞാനത് ചുമ്മാ ഇങ്ങനെ എടുത്ത് വെച്ചതാണ്. ഇപ്പോൾ ഒരാളെ ഇപ്പം ഞാൻ കാണിച്ചു തരാം. ഫോണിൽ സംസാരിച്ചുകൊണ്ട് വരുക. എൻജിനായത് കാര്യം. അത് ട്രെയിനായിരുന്നെങ്കിൽ ഈ ചേട്ടൻ ഇടിച്ച് ഇപ്പോൾ താഴെ കിടന്നേനെ. എനിക്കിപ്പോൾ നിങ്ങളോട് പറഞ്ഞപ്പോൾ ചിരി വന്നു. പക്ഷേ ആ ടൈമിൽ ഞാനത് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മൈൻഡ് വോയിസ് ഏതടാ ഇവനെന്നുള്ളതായിരുന്നു. കൊണ്ടുവന്ന വെള്ളമൊക്കെ ഇവിടെ എത്തിയപ്പോഴത്തേക്ക് എല്ലാവരും കുടിച്ചു തീർത്തു കേട്ടോ. ബോട്ടിലൊക്കെ റീഫിൽ ചെയ്ത് ഞങ്ങൾ ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്തു. നമ്മുടെ വണ്ടി ഇതേ വന്നു. ഞാൻ പറഞ്ഞില്ലേ അങ്ങോട്ടുള്ള ആദ്യത്തെ ഒരു സ്റ്റേഷൻ വരെ ഞങ്ങളത് ഇങ്ങനെ നിന്നാണ് പോയത്. മെർലിനും ലിജോയുമാണ് ആക്ച്വലി ടിക്കറ്റ് ഇല്ലാതിരുന്നത്. പക്ഷേ ഡാഡയും മമ്മിയും ഞങ്ങളുടെ കൂടെ കയറി കേട്ടോ. കുഞ്ഞുമായിട്ട് അവർ ഇതിൻ്റെ അകത്ത് പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് അവരെ അങ്ങോട്ടേക്ക് വിട്ടിട്ട് മമ്മിയും ഡാഡയും ഞങ്ങളുടെ കൂടെ ജനറലിൽ നിന്നു. ഞാനാണെങ്കിൽ നിന്ന് ഒരു പരുവായപ്പോഴത്തേക്ക് നെക്സ്റ്റ് സ്റ്റേഷൻ എപ്പോൾ എത്തുമെന്ന് അറിയാനായിട്ട് ഫോണിൽ മാപ്പ് ഇട്ടു. റോഡല്ലല്ലോ, അതുകൊണ്ടാണ് കാർ കടലിൽ കിടക്കുന്നത്. അങ്ങനെ ഞങ്ങൾ അടുത്ത സ്റ്റേഷനെത്തി. അത് 1 hour ഒരു 5 minutes കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ മാറി കയറി AC-യിലേക്ക് കയറി. ബാക്കി എല്ലാവരും അവിടെ ഓൾറെഡി ഉറങ്ങി തുടങ്ങിയിരുന്നു കേട്ടോ. ചേട്ടൻ പിന്നെ ഇറങ്ങി ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് കയറി. ഇത് ഞാൻ പാമ്പേഴ്സ് മാറ്റിക്കൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. അതിനിടയിലാണ് നിങ്ങൾക്ക് ഹായ് പറയുന്നത്. മര്യാദയ്ക്ക് കിടക്കുന്ന പോലുമില്ല. 2 കാലും കൊണ്ട് എന്നെ ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അവന് കളിക്കണം, സൗണ്ട് ഉണ്ടാക്കി കുച്ചു വണ്ടിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഓടണം. പക്ഷേ ഇങ്ങോട്ട് വന്ന പോലെ അല്ലല്ലോ. ഓൾമോസ്റ്റ് എല്ലാവരും ഉറങ്ങിയേക്കുക. നമ്മൾ മാത്രമല്ല ബാക്കി എല്ലാവരും ഉറങ്ങുക. 10 മണിക്ക് അവിടുന്ന് ട്രെയിൻ എടുത്ത് 11:05 നമ്മൾ ദിണ്ടിക്കലിലെത്തി മാറി കയറിയപ്പോഴത്തേക്ക്. ആ ടൈമിൽ ഇനി ഇവനെ കളിപ്പിക്കാൻ പറ്റത്തില്ലല്ലോ. ഫോണിൽ വോളിയം വളരെ കുറച്ച് വെച്ച് പാട്ടൊക്കെ ഇട്ട് ഞാൻ ഉറക്കാനായിട്ട് നോക്കി കേട്ടോ. ഇനി ഞങ്ങൾ ഇതേ 2 കൂട്ടരും അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ആയിട്ട് ഉറങ്ങിയാണ്. മേലെ കുക്കു സാർ ഓൾറെഡി ഉറക്കമായി. ഫുട്ബോൾ കളിച്ച് കുഴഞ്ഞിരിക്കുമായിരുന്നു. അവൻ ചേച്ചിയുടെ കൂടെ ഇവിടെ ഓൾറെഡി കയറിയിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ വന്നപ്പോൾ ഒരു കമ്പനിക്ക് അവൻ കൂടെ നടന്നതാണ്. രാവിലെ ഒരു 6:30-7 മണിയായിട്ടുണ്ടാവും. ഞങ്ങൾ കൊല്ലത്തെത്തി. കൊല്ലമാണ് ലാസ്റ്റ് സ്റ്റോപ്പ്. അങ്ങനെ പതുക്കെ സൗകര്യം പോലെ പെട്ടിയും കിടക്കയൊക്കെ എടുത്ത് ഞങ്ങളിത് ട്രെയിനിൽ നിന്ന് ഇറങ്ങി. കൊച്ചു വണ്ടി ഇനിയിപ്പോൾ ഒരാളെ മിസ് ചെയ്ത് തുടങ്ങും. ചോറ് കൊടുക്കാനോ കുളിപ്പിക്കാനോ ഒക്കെ ഇനിയിപ്പോൾ നമുക്ക് ഇതും യൂസ് ചെയ്യാം. നമുക്ക് ചുച്ചു വണ്ടിയിൽ പോകണ്ടേ വേഗം ഇറങ്ങുന്നൊക്കെ. കൊല്ലം ജംഗ്ഷനിലുള്ള ബോർഡാണ് ഞാൻ എടുക്കാൻ ശ്രമിച്ചത്. പക്ഷേ ഇത് ബേൺ ഔട്ടായിപ്പോയി ലൈറ്റ് കാരണം. ഞങ്ങൾ ഇവിടെ നിന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകാമെന്നുള്ള പ്ലാനിങ് ആണ് കേട്ടോ. ചെന്നിട്ട് ഇനിയിപ്പോൾ എല്ലാം ഉണ്ടാക്കണ്ടേ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ പോയി കിടന്ന് ഉറങ്ങിയാൽ മതിയായിരുന്നു. ദിൽവാലിയെ ദുൽഹനിയെ ലേ ജായെങ്കിൽ അതിൻ്റെ റീക്രിയേഷനാണ് ഇപ്പോൾ അവിടെ കണ്ടത്. താമസിച്ചാണ് ഉറങ്ങിയതെങ്കിലും 2 പേരും ഉറങ്ങി തെളിഞ്ഞ് നിപ്പുണ്ട്. ഇസിയോ ബേബിയും ട്രെയിൻ റൈഡൊക്കെ കഴിഞ്ഞ് കണ്ണൊക്കെ വിരിഞ്ഞ് വരുന്നതേ ഉള്ളൂ. അവൻ ഉണർന്ന് വരുന്നതേ ഉള്ളൂ. ഞങ്ങൾ സ്റ്റേഷൻ്റെ തൊട്ടപ്പുറത്ത് റെയിൽ വ്യൂ എന്നും പറഞ്ഞിട്ടൊരു ഹോട്ടലുണ്ട്. അവിടെ നിന്നാണ് എപ്പോഴും കഴിക്കുന്നത്. പക്ഷേ അവർ 7:30 തുറക്കത്തുള്ളൂ എന്ന്. 7:30 ആവുന്നതേ ഉള്ളൂ. അങ്ങനെ തൊട്ടടുത്തുള്ള ഉടുപ്പീസ് റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു വെജ് അവിടെ കയറി. ഞാനാണെങ്കിൽ ഇത്രയും ദിവസം എനിക്ക് ഇഡ്ഡലിയും സാമ്പാറും ഇതൊക്കെ കഴിച്ച് മതിയായിരിക്കുക. ഞാൻ അപ്പോൾ ഇടിയപ്പം ഒക്കെ ഉണ്ടോ എന്നാണ് നോക്കിക്കൊണ്ടിരുന്നത്. ഇടിയപ്പം ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഈ ടേബിളാണ് കേട്ടോ കിട്ടിയത്. കുക്കുസാറൊക്കെ ഇരിക്കുന്നത് എനിക്കിത് ഈ മിററിൽ കൂടെ കാണാം. ആലൻ ഒരു പൂരി മസാലയാണ് ഓർഡർ ചെയ്തത്. ഞാൻ ഇടിയപ്പവും ഗ്രീൻ പീസ് കറിയും. അതിൻ്റെ കൂടെയും സാമ്പാറും ചമ്മന്തിയും വടയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നിലുവിന് പ്രത്യേകമായിട്ടൊന്നും കൊടുത്തില്ല. ഇതൊന്നും ഒരു ഇടിയപ്പം നിലുവിന് കൊടുത്തു. വടയും കൂടെ ആകുമ്പം എൻ്റെ വയറ് ഫില്ലാവുമല്ലോ. പിന്നെ ഞങ്ങൾ ഓരോ ചായയും കാപ്പിയും ഒക്കെ കുടിച്ചിട്ട് തൊട്ടടുത്തുള്ള അമ്പലത്തിൻ്റെ അടുത്താണ് നമുക്ക് ഓട്ടോ സ്റ്റാൻഡ് വരുന്നത്. അവിടെ വന്ന് ഓട്ടോയിൽ കയറി. ഫ്രണ്ടിലുള്ള ഓട്ടോയിൽ ലിജോയും മെർലിനും ഒക്കെ ഉണ്ട്. ഞങ്ങളുടെ റെയിൽവേ സ്റ്റേഷൻ ഇപ്പോൾ അറ്റകുറ്റപ്പണികളാണ്. അറ്റകുറ്റപ്പണികളല്ല, മുഖച്ഛായ മാറ്റാൻ പോകുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം മുഖമില്ലാത്ത പരുവത്തിലാണ് സ്റ്റേഷൻ നിൽക്കുന്നത്. അവിടെ നിന്ന് ഞങ്ങളത് തിരിച്ച് നമ്മൾ ബീച്ച് റോഡ് വഴിയല്ല പോകുന്നത്, ഇരവിപുരം വഴിയാണ്, ജംഗ്ഷൻ വഴിയാണ് കേട്ടോ പോകുന്നത്. തിരിച്ചു പോകുന്നത് കുറച്ച് അപ്പുറത്തോട്ട് ചെന്നപ്പോഴത്തേക്ക് മറ്റേ ഓട്ടോ ലിജോൻ്റെയും മെർലിൻ്റെയൊക്കെ ഓട്ടോ ഞങ്ങൾക്ക് മിസ്സായി. അതെവിടെ പോയെന്ന് കണ്ടില്ല. കായലിൻ്റെ അപ്പുറം കാണുന്നതാണ് നമ്മുടെ കുരിശുമൂട്. നമ്മൾ തൊട്ടിപ്പുറത്തൂടെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. പാലം കയറി അങ്ങോട്ട് ഇറങ്ങി ഈ കാണുന്ന റോഡിന് പാരലായിട്ടുള്ള അപ്പുറത്തെ റോഡിൽ കൂടെ പോയാൽ
ഒരു റോഡും കൂടെ കയറി കഴിഞ്ഞാൽ നമ്മൾ കടപ്പുറത്തെത്തും. ഞാനിത് ഗൂഗിൾ മാപ്പ് പറഞ്ഞുകൊണ്ടിരിക്കണ പോലെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇത് ഞങ്ങളുടെ ഇരവിപുരം ജംഗ്ഷനിലെ ചെട്ടിനട ക്ഷേത്രമാണ് കേട്ടോ. ഈ ക്ഷേത്രം എനിക്ക് അങ്ങനെ എപ്പോഴും കാണിക്കാൻ പറ്റത്തില്ല. ജംഗ്ഷൻ കാണിക്കുമ്പോൾ എനിക്ക് എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നത് ആ ഒരു റോഡാണ്, അതായത് ആ സ്ട്രെയിറ്റ് റോഡാണ്. ഇങ്ങനെ വരുമ്പോഴല്ലേ അത് കാണിക്കാൻ പറ്റും. ഞങ്ങളുടെ പൂക്കട, ഓട്ടോ സ്റ്റാൻഡ്, ആൽത്തറ, ഇത് കഴിയുമ്പോഴത്തേക്ക് ഞങ്ങളുടെ പാലം വരും. പാലത്തിൻ്റെ അവിടെ നല്ല അടിപൊളി ഒരു സൈൻ ബോർഡ് ഉണ്ട്, തെക്ക് വടക്കായിട്ട് അവിടെ തൂങ്ങി മറിഞ്ഞ് കിടക്കുന്നത്. അക്കോർഡിംഗ് ടു ദാറ്റ് ബോർഡ് സ്വർഗ്ഗത്തോട്ട് പോയാൽ മയനാടും പാതാളത്തിലേക്ക് പോയാലും നമുക്ക് താനി ബീച്ചിലും എത്താം. അതിതുവരെ ആരും നേരെ വെച്ചിട്ടില്ല. ഈ പറയുന്നത് ഞാനും അത് നേരെ വെക്കാൻ ശ്രമിച്ചിട്ടില്ല. ഇനി നോക്കാം കേട്ടോ. ഒരു മനസാക്ഷി കുത്തത് പറഞ്ഞപ്പോൾ എനിക്കും പറ്റുമല്ലോ, എൻ്റെ ഹൈറ്റിനാണ് നിൽക്കുന്നത്. നോക്കട്ടെ, അടുത്ത അതുവഴി ഞാൻ പാസ് ചെയ്യുമ്പോൾ നടന്നു പോകുമ്പോൾ എല്ലാം അത് നേരെയാക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. അങ്ങനെ നമ്മൾ ആറ്റാലിൽ കൂടെ വന്ന് ഞാൻ പറഞ്ഞ ബൈ റോഡ് എടുത്ത് ലില്ലിയം വീട്ടിൻ്റെ മുമ്പിലൂടെയുള്ള റോഡ്, എൻ്റെ വീടിന് മുന്നിലൂടെയുള്ള റോഡ് കഴിഞ്ഞ് കുരിശ്ശടിയും കഴിഞ്ഞ് ദിങ്ങിനെ ഇങ്ങോട്ട് തിരിഞ്ഞാൽ നമ്മുടെ വീടായി. അമ്മയെ ഞാൻ വിളിച്ചിരുന്നു കേട്ടോ. അമ്മ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണമെന്നൊക്കെ ചോദിച്ച് രാവിലെ വിളിച്ചിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇറങ്ങുമ്പോൾ പറയാമെന്ന്. അപ്പോൾ ഇറങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല, കഴിച്ചിട്ടേ വരുന്നുള്ളൂ, അമ്മ ചോറ് എന്തെങ്കിലും ആക്കിയാൽ മതി, ചോറും ചമ്മന്തി അച്ചാറും മതി എന്ന് ഞാൻ പറഞ്ഞു. ഇന്നലെ മെന്നാന്നൊക്കെ നമ്മൾ കുഴിമന്തിയും ബിരിയാണി അങ്ങനെയൊക്കെയാണ് കഴിച്ചത്, മിക്കതും പുറത്തുനിന്നുമാണ് കഴിച്ചത്. അപ്പോൾ ഇന്ന് ചോറും ചമ്മന്തിയും തിന്നാനൊരു കൊതി. ഒരു ഓംലെറ്റും കൂടെ ഉണ്ടെങ്കിൽ സംഗതി കുശാലല്ലേ. വന്ന പാടെ അവനവൻ്റെ ഫുട്ബോളും എടുത്ത് പണി തുടങ്ങി. ഞാൻ പിന്നെ വഴക്ക് പറഞ്ഞ് അകത്ത് കയറ്റി ഡ്രസ്സൊക്കെ മാറി. ട്രെയിനിലൊക്കെ ഇരുന്ന് വന്നതല്ലേ, ഒന്ന് ഫ്രഷൊക്കെ ആയിട്ട് ദേഹമൊക്കെ ഒന്ന് കഴുകിയിട്ട് നീ എന്താണെന്ന് വെച്ചാൽ നിൻ്റെ പാട് നോക്കി ചെയ്യാൻ പറഞ്ഞു. ഞാനിപ്പോൾ പോകുന്നത് ഒരേ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ്. ബാഗും പെട്ടിയും പ്രമാണവും ഒക്കെ എവിടെയെങ്കിലും ഇറക്കി വെക്കുക, ഒന്ന് ഫ്രഷ് ആവുക, കയറി കിടക്കുക, ഉറങ്ങുക, പിന്നെ വിശക്കുമ്പോൾ എണീറ്റ് ചോറുണ്ണുക. അപ്പോൾ ട്രിപ്പിൻ്റെ ലോങ് വീഡിയോ വേണമെന്ന് പറഞ്ഞ് എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് നീതി പുലർത്തിക്കൊണ്ട് നമ്മുടെ ഈ ട്രിപ്പിൻ്റെ ലോങ് വീഡിയോസ് എല്ലാ പാർട്ടുകളും ഇവിടെ അവസാനിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സപ്പോർട്ട് ചെയ്യുന്നതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്. അടുത്ത വീഡിയോയിൽ കാണാം.